لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة. നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ഒരു നല്ല സ്വഭാവം ശീലിക്കുന്നതാകണം. പല നിലക്കുള്ള ആത്മാവില്ലേ, പല നിലക്കുള്ള ശരീരമില്ലേ. ഖുർആനിൽ അല്ലാഹു തആല ചില ആത്മാവിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞില്ലേ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. അവിടെ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യൂല എന്നല്ല, സത്യം ചെയ്യൂന്നാണ്. ആ ലാ എന്ന് പറഞ്ഞതിന് അല്ല എന്നല്ല അർത്ഥം. അതിപ്പോ ഞാനിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്നവരൊക്കെ വലിയ വിവരമുള്ള പണ്ഡിതന്മാരാണ്, അവർക്ക് നന്നായി അതിനെ കുറിച്ച് അറിയാം. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു എന്നുള്ളൂ. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. അല്ലാഹ് പറയാണ് അത് ഖിയാമത്ത് നാൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ഇനി രണ്ടാമതായി അല്ലാഹ് സത്യം ചെയ്ത് പറഞ്ഞതോ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അതേ ലവ്വാമത്താകുന്ന ആത്മാവ് വേണം. എന്താണ് ലവ്വാമത്താകുന്ന ആത്മാവ്? ആത്മാവിന്റെ പ്രത്യേകത അത് കുറ്റബോധമുള്ളതാണ്, അത് ആക്ഷേപിക്കുന്നതാണ്. ഒരു തെറ്റ് ചെയ്താൽ കുറ്റബോധമുണ്ടാകണം, അത് തെറ്റിനെ ചെറുതായി കാണരുത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, തെറ്റ് വന്നു പോകാം, സ്വാഭാവികമാണ്. ഞങ്ങൾ അമ്പിയാക്കളല്ല, ഉമ്മമാരെ മുർസലീങ്ങളല്ല, മലക്കുകളല്ല, ആഖിറുസ്സമാനിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. തെറ്റുകൾ വന്നു പോകാം. ആർക്കും തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താൻ അവകാശമില്ല, ന്യൂനതകൾ പരസ്യപ്പെടുത്താൻ അവകാശമില്ല. അത് മറച്ചു വെക്കണം. അത് മറച്ചു വെക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെയാണ് റബ്ബേ എന്റെ പാപവും എന്റെ കൂട്ടുകാർ ചെയ്ത പാപം നിങ്ങൾക്ക് നീ മറച്ചു വെക്കണേ അല്ലാഹ് എന്ന് റബ്ബിനോട് ദുആ ചെയ്യണം. അതാണ് നല്ല സ്വഭാവം. എന്നാൽ ആ തെറ്റുകളൊക്കെ ജീവിതത്തിൽ വന്നാലും വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, നല്ല കുറ്റബോധം വേണം. റബ്ബേ തെറ്റ് വന്നു പോയല്ലോ, തെറ്റ് ചെയ്തതിന് ശേഷം ഒരു കുറ്റബോധമുണ്ടോ? മനസ്സിൽ ഈമാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ കുറ്റബോധമൊന്നുമില്ല. എത്രയാണ് തെറ്റുകൾ സംഭവിക്കുന്നത്, പക്ഷേ കുറ്റബോധമൊന്നുമില്ല. അതൊരു വിഷയം തന്നെയല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു മനസ്സിന്റെ ഉടമയാണോ? എന്നാൽ അത്തരക്കാരെ ഭയക്കണം, പേടിക്കണോ. കാരണം അന്നഫ്സുൽ ലവ്വാമ, തെറ്റ് വന്നു പോയാൽ സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന ആത്മാവാകണം. ഇതുപോലെ തന്നെ ഒരു ദിവസത്തെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പേരിൽ ഖേദിക്കുന്ന ആത്മാവാകണം. ഒരു നല്ലത് ചെയ്യുന്നത് മുടങ്ങിപ്പോയാൽ അതിന്റെ പേരിൽ ഖേദിക്കുന്ന ആത്മാവാകണം. ഉമ്മമാരെ, എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയാണ്, ഒരു ദിവസം തഹജ്ജുദ് അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ സാരല്ല, എന്നും നിസ്കരിക്കണതല്ലേ, ഒരു ദിവസമല്ലേ പോയിട്ടുള്ളൂ എന്ന് വിലയിരുത്തുന്നതിനേക്കാളും അന്നഫ്സിൽ ലവ്വാമ, റബ്ബേ ഇന്നത്തെ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന ആത്മാവുണ്ടാകണം. അങ്ങനെയുള്ള ആത്മാവിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണോ?